السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. مكفولة أبدا منهم بخير آب وخير بعل فلم تيتم ولم تائمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 128ാമത്തെ ക്ലാസ്സാണിത്. 126ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വരിയിൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഇസ്ലാം അത് അന്യം നിന്ന് പോയതിന് ശേഷം എല്ലാ നിലക്കും സംരക്ഷണം ലഭിക്കുന്ന കുടുംബബന്ധം ചേർക്കപ്പെട്ട നിലയിൽ സംരക്ഷണം നൽകപ്പെട്ട രീതിയിൽ വിശുദ്ധമായ ഇസ്ലാം ആയിത്തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിഷയത്തെ മറ്റൊരു രീതിയിൽ ഇമാം ബൂസൂരി തങ്ങൾ വിശദീകരിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ വരിയുടെ ബാക്കി തന്നെയാണ് ഈ വരിയും. എന്താണ് പറയുന്നത്? ഈ വിശുദ്ധമായ ഇസ്ലാം ആയിത്തീർന്നു. എന്തായിത്തീർന്നു? മക്ഫൂലതൻ അബദൻ, എന്നെന്നും സംരക്ഷണം നൽകപ്പെട്ടതായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ സംരക്ഷണം നൽകപ്പെട്ടത് ആയി. ആരെക്കൊണ്ട് സംരക്ഷണം നൽകപ്പെട്ടത്? ബിഖൈരി അബിൻ, ഉത്തമരായ ഒരു പിതാവിനെ കൊണ്ട്. ആരിൽ നിന്ന് സംരക്ഷണം കിട്ടി? ആരിൽ നിന്നാണ് സംരക്ഷണം കിട്ടിയത്? മിൻഹും, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന്. അപ്പോൾ ഏറ്റവും നല്ല ഉപ്പയിൽ നിന്ന്, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ഈ ദീനിന് സംരക്ഷണം ലഭിക്കപ്പെട്ടതായി തീർന്നു. അതുപോലെ വഖൈരി ബഅലിൻ, ഉത്തമനായ ഭർത്താവിൽ നിന്നും, ഏറ്റവും നല്ല ഭർത്താവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇസ്ലാമിന് സംരക്ഷണം ലഭിച്ചതായി തീർന്നു. അതുകൊണ്ട് തന്നെ ഫലം തൈത്തമീ, ഈ വിശുദ്ധമായ ഇസ്ലാം അനാഥ ആയില്ല, യതീമായില്ല. വലം തഇമി, അതുപോലെ വിവർത്തവയും ആയില്ല. അപ്പോൾ വിശുദ്ധമായ ഇസ്ലാം നല്ല ഒരു ഉപ്പയെ കൊണ്ടും നല്ല ഒരു ഭർത്താവിനെ കൊണ്ടും സംരക്ഷണം ലഭിച്ചപ്പോൾ ഈ വിശുദ്ധമായ ഇസ്ലാം യതീമായില്ല, അനാഥയായില്ല. അതുപോലെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരു വിധവയും ആയില്ല. അപ്പോൾ ഇവിടെ ഇസ്ലാമിനെ ഒരു നല്ല ഒരു ഉത്തമനായ ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഭാര്യയോടാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ഒരു ഉപ്പയുടെ കീഴിൽ കഴിയുന്ന മകനോടാണ് ഇവിടെ ഇമാം ബൂസൂരി തങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം. ഇപ്പോൾ ഈ ബൈത്തിന്റെ ടോട്ടൽ അർത്ഥം എന്തായി? മക്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി ആബിൽ വഖൈരി ബഅലിൻ ഫലം തൈതം വലം തഈമി. നല്ലവനായ പിതാവിനാലും നല്ലവനായ ഭർത്താവിനാലും വിശുദ്ധമായ ഇസ്ലാമിന് എന്നേക്കുമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടി. അതുകൊണ്ട് തന്നെ അത് വിധവയും അനാഥയും ആയില്ല എന്നാണ് ഇതിന്റെ ടോട്ടൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന്
ഉണ്ടാകുന്ന ശാരീരികമോ മാനസികവുമായ ഏതൊരു കുതന്ത്രങ്ങളിൽ നിന്നും ഈ വിശുദ്ധമായ ഇസ്ലാമിന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഉത്തമനായ പിതാവിനാലും ഏറ്റവും ഉത്തമനായ ഒരു ഭർത്താവിനാലുമാണത്. എക്കാലവും സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അത് ഒരിക്കലും അനാഥയായിട്ടില്ല, അതുപോലെ വിഭർത്തവയും ആയിട്ടില്ല. ഇവിടെ ഏറ്റവും ഉത്തമരായി എന്ന് പറഞ്ഞാൽ പിതാവും ഭർത്താവും ഇത് രണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ധാരാളമുണ്ട്. എക്കാലവും ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നതാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ ക്രിയാത്മകമായ സുതാര്യമായ ഇടപെടലുകളും അവിടുന്ന് നമുക്ക് സംവിധാനിച്ചിട്ടുള്ള നിയമസംഹിതകളും അവിടുത്തെ ചര്യകളും ഇതെല്ലാം എക്കാലത്തും വിശുദ്ധമായ ഇസ്ലാമിന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന എന്നുള്ളതാണ് ഓരോ യാഥാർത്ഥ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത്, അവിടുത്തെ തിരുചര്യ, ആ ചര്യ, അവിടുത്തെ വാക്കുകൾ, പ്രവൃത്തികൾ, അത് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം വിശുദ്ധമായ ഇസ്ലാമിന് നേരെ ഒരു നിലക്കും ആക്രമിക്കാൻ സാധിക്കൂല. അപ്പോൾ ഉത്തമനായ ഉപ്പ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഉത്തമനായ ഉപ്പ എന്ന് പറഞ്ഞാലും ഉത്തമനായ ഭർത്താവ് എന്ന് പറഞ്ഞാലും രണ്ടും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ കാലം ഇസ്ലാമിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയമായ ലോകത്ത് ഇരുന്നു കൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നു എന്നാണ്. അവിടുത്തെ ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പലയിടത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പല മഹത്തുക്കളും പല മഹത്തുക്കൾക്കും ഇടപെടാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അജ്മീർ ഖാജ മുഈനുദ്ദീൻ, അതുപോലെ ഏർവാടിയിൽ മറവെട്ടി കിടക്കുന്ന ഇബ്രാഹിം ബാത്തിഷ തങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകിയതാണ്. യാ ഇബ്രാഹിം വലൗലാ ബല്ല സൈഫി ബിദ്ദിമായി ലയബ്കൽ ഹിന്ദു കുല്ലഹു ഫിൽ അമായി. ഈ ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ പറയുകയാണ്, എന്റെ ഘടകമോമിറ്റ് ശത്രുക്കളുടെ തലറുക്കൽ കൊണ്ട്, അവരോട് യുദ്ധം ചെയ്യൽ കൊണ്ട് രക്തം പുരണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവനും വഴികേടിത്തരത്തിലായി പോകുമായിരുന്നേനെ. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി പ്രചാരണ രംഗത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ദീർഘിച്ച് പറയുന്നില്ല. അങ്ങനെ എല്ലാ മഹാന്മാർക്കും, ഇബ്രാഹിം ബാത്തിഷ പോലെയുള്ള, അജ്മീർ ഖാജ തങ്ങൾ പോലെയുള്ള വലിയ വലിയ മഹാന്മാർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം കൊടുത്തതാണ്, ഓരോ രാജ്യത്തേക്കും നിങ്ങൾ പോയി അവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണമെന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ വിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷിച്ച് പോരുന്നത്. ആത്മീയ ലോകത്തിരുന്നു കൊണ്ട് മുത്തുനബി തങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഓരോ നിർദ്ദേശങ്ങളും ഓരോരുത്തർക്കും നബി തങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഖൈറു അബിൻ എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഖൈരി ബായിലിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീക്ക് 18 മുതൽ 20 വയസ്സ് വരെ ഉപ്പയുടെ സംരക്ഷണം ഉണ്ടാവുമല്ലോ. പിന്നീട് ഉപ്പയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഉത്തമനായ ഒരു ഭർത്താവിന്റെ സംരക്ഷണം, ഭർത്താവാണ് എന്തൊക്കെ അവളെ സംരക്ഷിക്കേണ്ടത് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള കാലത്ത് വിശുദ്ധമായ ഇസ്ലാമിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം കിട്ടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സഹാബത്തിന്റെയും അഹിമ്മത്തിന്റെയും ഇമാമീങ്ങളുടെയും ഉന്നതമായ ആലിമീങ്ങളുടെ ഒക്കെ സംരക്ഷണം എക്കാലത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന് ആളില്ലാത്ത ഓരോ വിഷയത്തിലും പ്രതിരോധിക്കാനും മറ്റും കഴിവുള്ള പണ്ഡിതന്മാർ ഓരോ കാലത്തും ഇസ്ലാമിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പണ്ഡിതന്മാരും സഹാബാക്കളുമാണ്
ഖൈറു ബായിലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. ഖൈറു ബായിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്താണ്. നമുക്കറിയാലോ, മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്നില്ലേ, അന്താവും മുന്നം ആബോ മറൈന ഫീമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. നബിയെ, അങ്ങ് ഉമ്മയാണോ അല്ലെങ്കിൽ ഉപ്പയാണോ? അതിനെ അവരിൽ രണ്ടാളിൽ നിന്നും ഇത്രമാത്രം ഗുണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല നബിയെ. ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണോ ഉപ്പയുടെ സ്ഥാനത്താണോ എന്ന് മങ്കൂസ് മൗലിദിലൂടെ നമ്മൾ ചോദിക്കുന്ന ഈ വരിയുടെ വിശദീകരണം മങ്കൂസ് മൗലിദ് ആശയ വിശദീകരണ ക്ലാസ്സിൽ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവരും കേൾക്കുക എന്ന് നമ്മൾ പറയുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വല്ലാത്ത സ്നേഹമാണ്. സ്വന്തം മക്കളെക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബേജാറ് ഉമ്മത്തിനെ കുറിച്ചാണ്. അവിടുന്ന് അത്രത്തോളം ഈ ഉമ്മത്തിനെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ നഫ്സിനേക്കാൾ, നമ്മുടെ എല്ലാത്തിനേക്കാൾ നമ്മൾ സ്നേഹിക്കണം. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങൾ അവരുടെ ശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം സ്നേഹിക്കണം, തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അല്ലാഹുവേ, മുത്തുനബിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാ നൂറത്തിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ നൂറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.